തിഹങ്ക ട്രാവലറിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അരിപ്പൊടി കൊണ്ട് നമ്മുടെ മലയാളികൾ മറന്നു പോയിട്ടുള്ള 2 പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഉണ്ടാക്കുന്നത് മധുരപ്പിടിയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ 1.5 കപ്പ് വറുത്ത് പൊടിച്ച അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇത് ഹോം മെയ്ഡ് അരിപ്പൊടിയാണ്, അതായത് പുട്ടുപൊടിക്ക് വേണ്ടി പൊടിച്ചിട്ടുള്ളതാണിത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നല്ല ചൂടുവെള്ളം ഇതിനകത്ത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. ഒഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഒഴിക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂടുണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം കയ്യിൽ പച്ചവെള്ളം തൊട്ടിട്ട് വേണം ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുക. ഇനി അതിൽ നിന്ന് നമ്മൾ കുഞ്ഞു ഉരുളകൾ, നമുക്കറിയാമല്ലോ പിടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉരുളകൾ ആക്കിയെടുക്കണം. ഇനി ഈ മാവിൻ്റെ പകുതി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, മറുപകുതി ഞാൻ മറ്റൊരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈ പകുതി ഞാൻ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 45 ഉരുളകൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളിയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന പിടി അതിനകത്തേക്ക് ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അതായത് ഈ വെള്ളം ഒന്ന് നല്ലോണം വറ്റി കുറുകി വരണം. ഇപ്പോൾ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 നേന്ത്രപ്പഴം അരിഞ്ഞത് ചേർക്കുകയാണ്. നേന്ത്രപ്പഴം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം, ഒരെണ്ണം ചേർത്താലും മതി. ഞാനിവിടെ 2 നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 2ാം പാൽ ഒഴിക്കുകയാണ്. ഏകദേശം 1.5 കപ്പോളം 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ പഴം നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി ഇത് മധുരപ്പിടി ആയതുകൊണ്ട് തന്നെ 1/4 കപ്പ് പഞ്ചസാര ഞാനവിടെ ചേർത്തിട്ടുണ്ട്. അതായത് 10 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. ആദ്യം കുറച്ചിട്ടിട്ട് മധുരം ഇനി വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് ചേർക്കാം. കാരണം നേന്ത്രപ്പഴത്തിൻ്റെ നിന്നും ഒരു ചെറിയൊരു മധുരം ഇതിലേക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ അത് കാരണം ആദ്യം നിങ്ങൾ കുറച്ച് പഞ്ചസാര ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് പക്ഷേ കുറച്ചധികം മധുരം വേണ്ടതുകൊണ്ട് ഞാനത് കൂടുതലിട്ടു. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് 1ാം പാല് ഇതിനകത്ത് ചേർക്കണം. ഈ 1ാം പാല് ചേർക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. കാരണം നമ്മളുടെ മധുരപ്പിടി ഓൾറെഡി നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടാണ് ഈ 1ാം പാലും കൂടെ തീ ഓഫ് ചെയ്ത ശേഷം ചേർക്കുന്നത്. ഏറ്റവും അവസാനം നല്ല നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിയും കൂടെ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി മധുരപ്പിടി റെഡിയായി. അപ്പോൾ ആഘോഷവേളകളിലൊക്കെ നമുക്കൊരു മധുരമായിട്ടും ഇത് യൂസ് ചെയ്യാം, അല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് പീച്ചാമ്പിടി. പണ്ട് കാലത്ത് നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മമാർ ഉണ്ടാക്കി വെക്കുന്ന ഒരു പലഹാരമാണിത്. നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയിൽ നിന്ന് പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഒരുപാട് ഉള്ളിയും ഒരുപാട് തേങ്ങയും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും നമ്മുടെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അതിൽ നിന്ന് ഒരു വലിയ കഷ്ണം ഉരുള നമ്മൾ ഉരുട്ടി നീളത്തിലാണ് ഉരുട്ടിയെടുക്കേണ്ടത്. ഉരുട്ടിയെടുത്ത ശേഷം നമ്മുടെ വിരലുകൾ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിരലുകളുടെ പാട് അതിനകത്ത് പതിയും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പേര് പീച്ചാമ്പിടി എന്ന് പറയുന്നത്. പീച്ചാമ്പിടികൾ ആവി കൊള്ളാനായിട്ട് റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇഡ്ഡലി തട്ടിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ പാത്രം കമഴ്ത്തി വയ്ക്കുക, അതിലേക്ക് ഇത് ഇറക്കി കൊടുക്കുക. പീച്ചാമ്പൊടി ഇതിനകത്ത് 10 മിനിറ്റ് മാത്രം ഇരുന്നാൽ മതി.
വളരെ എളുപ്പമുള്ളത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളുടെ പലഹാരം റെഡിയായി. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പീച്ചാമ്പടി ചായക്കൊപ്പം കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ആരോഗ്യകരമായ രീതിയിലുള്ള പല പലഹാരങ്ങൾ നമ്മൾ കഴിച്ചിരുന്നതാണ് പണ്ട് കാലങ്ങളിൽ. ഈ പലഹാരങ്ങളും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.